ഹലോ മൈ ഗേഴ്സ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ആക്ച്വലി ഞങ്ങൾ ഈ ഇൻട്രോ ഇതിനകത്തായിരുന്നില്ല പ്ലാൻ ചെയ്തത്. ഞങ്ങൾ വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ പുറത്തോട്ടിറങ്ങിയപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായി. കാര്യം ഞങ്ങളവിടെ കുറച്ച് നേരം അമ്മ നേരത്തെ ഒരുങ്ങി നിൽക്കണം എന്നൊക്കെ പറഞ്ഞതായിരുന്നു. ഇനി എന്റെ മണ്ടക്കേട് ഞാൻ അപ്പൊ കുളിക്കാൻ ലച്ചുവിന്റെ അടുത്ത് കുളിക്കാൻ വേണ്ടിട്ട് ലച്ചു കുളിക്കാതെ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു കുറെ നേരം, ഫോൺ കണ്ടോണ്ടിരുന്നു. അപ്പൊ ഞാൻ അവിടെ കിടക്കുമായിരുന്നു. അന്നേരം കുറച്ച് ലേറ്റ് ആയി. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചില്ല അമ്മ ഇത്ര പെട്ടെന്ന് ഇങ്ങ് വരുമെന്ന്. ഇല്ല 1.5 മണിക്കൂർ ഉണ്ടായിരുന്നു. രണ്ടും കൂടി വെറുതെ ഇരിക്കുവായിരുന്നു. ഞാൻ സമയം നോക്കി വെച്ചതാ. നീ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായിരുന്നു, ലേറ്റ് ആയി. അതുകൊണ്ടാണ് ഇച്ചിരി എന്താ ഹറിബറി ആയിപ്പോയി. നമ്മളിന്ന് ഫുഡ് കഴിക്കാൻ പോവാണ്. പിന്നെ ഇന്നത്തെ വ്ളോഗില് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ കാണത്തുള്ളൂ. അമ്മ വരത്തില്ലെന്ന് പറഞ്ഞു. കാര്യം ഇന്നലെ ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ മുടിയൊക്കെ വെട്ടിയായിരുന്നു എന്നുള്ളത്. അപ്പം അമ്മയ്ക്ക് ഈ ഹെയറിൽ ഭയങ്കര മണമുള്ള സംഭവങ്ങളൊന്നും ഇടാൻ പറ്റത്തില്ല, തലവേദനയാണ്. അന്നേരം രാവിലെ മുതൽ ഉച്ച വരെ അമ്മ ഇന്ന് കിടക്കുമായിരുന്നു, ഉറക്കമായിരുന്നു. 2 പാനഡോളൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് കിടന്നത്. പിന്നെ ഉച്ചയ്ക്ക് ഓഫീസിൽ പോയി. അപ്പം അമ്മനെ കാണാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ് അമ്മ വ്ളോഗിൽ വരില്ല എന്ന് പറഞ്ഞു. പക്ഷെ വോയിസ് വരും എന്ന് പറഞ്ഞു. അല്ലേ? അതെ. പിന്നെ മുഖമൊക്കെ ഭയങ്കരമായിട്ട് ഉറങ്ങിയതും മരുന്ന് കഴിച്ചതും എല്ലാം കൂടെ ആയിട്ട് ഭയങ്കര ചീർത്തിരിക്കുക. പിന്നെ ഞാൻ പൊട്ടിയൊന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് വരാനൊരു മടി. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ വീഡിയോക്കകത്ത് ഒരാളെപ്പോഴും ഇങ്ങനെ മെസ്സേജ് ഇടുന്നുണ്ട്, ഒരു നൗഷാദ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫുഡ് ഈറ്റിംഗ് ചാലഞ്ച് നടത്താമെന്ന്. സത്യം പറഞ്ഞാൽ ഇവരെ രണ്ടുപേരെയും വെച്ചിട്ടൊരു ഈറ്റിംഗ് ചാലഞ്ച് ഒന്നും നടത്താൻ പറ്റത്തില്ല. ദച്ചു ആണെങ്കിൽ കൂടി വന്നാൽ ഇപ്പം എന്തെങ്കിലും ഒരു ശകലം കഴിക്കുന്നല്ലാതെ ഒരുപാടൊന്നും കഴിക്കത്തില്ല. പിന്നെ അവന്തിയും ഏകദേശവും അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു മിനിറ്റ് ഒന്ന് പാർക്ക് ചെയ്തോട്ടെ. അപ്പോൾ അവർ രണ്ടുപേരെയും അങ്ങനെ ഭയങ്കരമായിട്ടും കഴിക്കുന്ന ഒരാൾക്കാരൊന്നുമല്ല. അപ്പം ഞാൻ ഒരുപാട് ഫുഡ് ഉണ്ടാക്കിയാലും അത്രയും കഴിക്കത്തില്ല, മേടിച്ചു കൊടുത്താലും അത്രയും കഴിക്കത്തില്ല. പിന്നെ ഞാൻ അങ്ങനെ ഒരു ചാലഞ്ച് നടത്താൻ അതുകൊണ്ട് ഇപ്പം തയ്യാറല്ല. കുറച്ചും കൂടി ഒന്ന് കഴിഞ്ഞോട്ടെ. അവർ അങ്ങനത്തെ ഒരു ഇതിലൊക്കെ എത്തുമ്പോൾ ഞാനത് നടത്താം. അപ്പം നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് അന്നേരം പിസ്സ കഴിക്കാൻ കയറിയാലോ. ഞങ്ങളുടെ പിസ്സ കുട്ടി എന്നറിയപ്പെടുന്നത് അവന്തിയാണ്. ഞാൻ പണ്ട് ശരിക്കും പറഞ്ഞാൽ മന്തിയും പിസ്സയൊന്നും അങ്ങനെ കഴിക്കുന്ന ഒരാളെ അല്ലായിരുന്നു. എനിക്ക് അത്ര ഇഷ്ടമൊന്നും അല്ലായിരുന്നു. പക്ഷേ ഇവളെ ഇങ്ങനെ കഴിക്കാൻ കൊണ്ടുപോയി എനിക്കും ഇപ്പം മന്തിയും പിസ്സയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ദച്ചുവിന് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുമില്ല, എല്ലാം കഴിക്കും, അങ്ങനെ പോവാം. ദച്ചുവിന് മന്തി ഇഷ്ടമല്ല, ബാക്കിയൊക്കെ കഴിക്കും. അപ്പം അങ്ങനെ നമുക്ക് പിസ്സ കഴിക്കാൻ പോവാം. നമ്മൾ പിസ്സ ഹട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ പോവാം. അപ്പം ലെറ്റ്സ് ഗോ. ഇപ്പം ആരും ഇല്ല, കുറച്ച് കഴിയുമ്പോഴത്തേനൊക്കെ ആൾക്കാരൊക്കെ വരത്തുള്ളതെന്ന് തോന്നുന്നു. അപ്പം മാഡങ്ങൾ രണ്ടും കൂടെ ഇവിടെ ചൂസ് ചെയ്യുകയാണേ. അവന്തിയും നിച്ചും കൂടി ഇങ്ങനെ സെലക്ട് ചെയ്യുകയാണേ. അവന്തിയുടെ എക്സ്പ്രഷൻ കണ്ടോ, പിസ്സ ആയതുകൊണ്ട്. ഇവിടെ 2 എണ്ണം കിട്ടി. 2 എണ്ണത്തിന് 69 റിയാലിൻ്റെ ഒരു ഓഫറുണ്ട്. അപ്പോൾ അതിനകത്ത് ഏത് വേണം എന്നുള്ളതാണ് 2 ആൾക്കാരും കൂടി ഇങ്ങനെ നോക്കുന്നത്. ഏതാണ് ഇപ്പോൾ സെലക്ട് ചെയ്തത്? അപ്പോൾ അത് 2. പിന്നെ എന്തുവാ, അത് കണ്ടപ്പോൾ രണ്ടുപേരും ഭയങ്കര കൊതിയട്ട തിന്നാനായിട്ട്. അപ്പം പിന്നെ അതും വേണം എന്നുള്ളൊരു തീരുമാനമെത്തി. അപ്പം എത്ര മനോഹരമായ എക്സ്പ്രഷൻ. അങ്ങനെ ഞങ്ങളുടെ പ്ലേറ്റുകളെല്ലാം ഞങ്ങളുടെ മുന്നിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് പിസ്സ വരുമായിരിക്കും. ഈ പ്രാവശ്യം ഇവർ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ഇവരോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പിന്നെ ഇവിടെ വന്നിട്ട് ഏത് ഫുഡ് വേണമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാം, അല്ലെങ്കിൽ ഇവർ ചെയ്യാത്ത എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ കാണാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാം. ഈ പ്രാവശ്യം ഡ്രസ്സ് എടുത്ത് ഷോപ്പിംഗ് ചെയ്ത് പൈസ കളയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം ഇവർ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വെച്ചും എടുത്തിട്ടുണ്ടായിരുന്നു, പോകാൻ നേരത്തും എടുത്തുകൊണ്ട് പോയി. പിന്നെ ഞാൻ ഈ പ്രാവശ്യം ദുബായിലോട്ട് പോയപ്പം ദുബായിലും ഇടാൻ വേണ്ടിയിട്ട് ഫുള്ളും പുതിയ ഡ്രസ്സുകളായിരുന്നു വാങ്ങിച്ചത്. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞു, ഈ പ്രാവശ്യം ഡ്രസ്സ് ഷോപ്പിംഗ് ഈ ജാതി സാധനങ്ങൾ ഉണ്ടാവില്ല. ഫുള്ള് ഫുഡിങ്, പുതിയ എക്സ്പീരിയൻസുകൾ മാത്രമേ ഉണ്ടാവൂ എന്നുള്ളത്. അല്ലേ മോളെ അവന്തികയെ, അല്ലേ മോളെ ദിച്ചു? അതെ.
അതെ 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 പറഞ്ഞായിരുന്നു. ഞാൻ ഓർക്കുന്നു. ഞാൻ അതുകൊണ്ട് അമ്മയടുത്ത് പറഞ്ഞിരുന്നില്ലല്ലോ ഡ്രസ്സ് വേണം എന്നൊന്നും ഞാൻ പറഞ്ഞിരുന്നില്ല. എനിക്ക് നാട്ടിൽ പോകുമ്പോൾ എനിക്ക് വേണം എന്നും പറഞ്ഞ് ഞാൻ ഇത് വേണമെന്നൊന്നും ഞാൻ പറഞ്ഞിരുന്നില്ല. ഇല്ലേ അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ എന്തൊക്കെ ആയിരുന്നു അതും കൂടി ഒന്ന് പറ. ഒരു പെട്ടി നിറച്ച് മുട്ടായി. ഈ ഒരു 2 വർഷം തിന്നാനുള്ള അത്രയും മുട്ടായി ആയിട്ടാണ് പോയത്. ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ടെന്ന് ആ മുട്ടായി. ഒരു പെട്ടി നിറച്ച് മുട്ടായി, പിന്നെ അതേപോലെ തന്നെ ഒരു പെട്ടി നിറച്ചും ഫുള്ള് പുതിയ ഡ്രസ്സുകൾ. അതുകൊണ്ട് ഇനി പൈസ കളയത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ചുമ്മാ ഇങ്ങനെ തുണി വാങ്ങിച്ചു കൂട്ടുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. അങ്ങനെ വാങ്ങിച്ചു കൂട്ടാറില്ല. പിന്നെ ഇവർ പറയുമ്പോൾ അങ്ങനെ വാങ്ങിച്ചു കൊടുക്കുന്നത്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അൺനെസസറി ആയിട്ടുള്ള എക്സ്പെൻസ് നമ്മൾ നിർത്തിക്കൊണ്ട് ഫുഡിങ് അല്ലെങ്കിൽ പുതിയ പുതിയ എക്സ്പീരിയൻസുകൾ നമ്മൾ ട്രൈ ചെയ്യും എന്നുള്ളത്. അല്ല ദിച്ചുവേ? ആണമ്മ. പക്ഷെ വാങ്ങിച്ചിരിക്കും. ഇല്ല നമ്മളെ നോക്കി വെക്കത്തേ ഉള്ളൂ. ഞാൻ അമ്മയടുത്ത് പറഞ്ഞായിരുന്നു എനിക്ക് നാട്ടിൽ പോകുമ്പോൾ വേറെ ഒന്നും വേണ്ട, എനിക്ക് ഹോട്ട് വീൽസ് മേടിച്ച് തരണമെന്ന് പറഞ്ഞായിരുന്നു. എനിക്കത് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞത് അമ്മയടുത്ത്. നാട്ടിൽ നിന്നപ്പോഴേ പറഞ്ഞത് ഹോട്ട് വീൽസ്. ഞങ്ങൾക്കുള്ള പിസ്സ കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ പാവൻ ചേച്ചി. ഹായ് ഹായ്. For your order, spicy chicken ranch and classic chicken ranch medium. ഓക്കെ Thank you so much. May I follow the nachos, mama? ഓക്കെ. Pepsi. For you, ma'am. നമ്മുടെ പിസ്സ കുട്ടി പിസ്സ എടുത്ത് ഫസ്റ്റ് എനിക്ക് വെച്ച്, അപ്പം ദച്ചുവിനും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അവൾക്കുള്ള പിസ്സ അവളിങ്ങനെ എടുക്കുകയാണ്. ഇത് ഇവളുമാർ ഇവിടെ കണ്ടിട്ട് സ്പെഷ്യലായിട്ടൊരു ഓർഡർ ചെയ്ത സാധനമാണ് നാച്ചോ. ദച്ചു ഒന്ന് ട്രൈ ചെയ്ത് കൊള്ളാൻ തോന്നുന്നു. കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട്, നല്ല കൊതി തോന്നുന്നുണ്ടല്ലേ. ദച്ചു കഴിക്കാൻ പോവാണേ. ഫസ്റ്റ് കടി നാച്ചോ കഴിഞ്ഞിട്ട് ഫസ്റ്റ് കടി. ദച്ചു അവൻ്റെ നീ ട്രൈ ചെയ്യുന്നില്ലേ? കടിക്ക്. അപ്പം പിസ്സക്കുട്ടി പിസ്സ എടുത്തിട്ടുണ്ട്, കഴിക്കാൻ പോവാണ്. സ്ലോ മോഷനിലൊക്കെ കഴിക്കുന്നേ, ഭയങ്കര സ്ലോ മോഷനായിപ്പോയി. എനിക്ക് ഈ ഫ്ലേവറായിരുന്നു ഇഷ്ടപ്പെട്ടത്. ഞാനാണ് തോന്നുന്നു 2 പീസ് ചെയ്യുന്നത്. ഈ ഫ്ലേവർ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക്? എനിക്ക് അങ്ങനെ ഒന്നുമില്ല, എനിക്ക് രണ്ടും കുഴപ്പമില്ലാണ്. എനിക്കും ഈ ഫ്ലേവറാണ് ഇഷ്ടപ്പെട്ടത്. സന്തോഷം അത് ഞാൻ ഉദ്ദേശിച്ചത്ര വന്നില്ല. പിന്നെ രണ്ടാമത്തെ പീസ്. അങ്ങനെ ഞങ്ങളുടെ പിസ്സ തീറ്റയൊക്കെ കഴിഞ്ഞു. പിസ്സ തിന്നതിൻ്റെ ഒരു ടേബിളിൻ്റെ ഒരു കോലമാണ്. വെരി ബ്യൂട്ടിഫുൾ. എന്നിട്ട് ഞങ്ങൾക്ക് അധികം വന്ന് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോകാൻ അത് പാക്ക് ചെയ്ത് മേടിക്കുകയും ചെയ്തു. അപ്പം രാത്രിയിൽ TV കാണുമ്പോൾ കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ട് അത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വിട്ടാലോ? പോകാം. ഇന്നത്തെ വ്ളോഗ് ഇവിടെ തീരുക. നമ്മൾ നേരത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇപ്പോൾ സാധനം മേടിക്കാൻ കയറിയായിരുന്നു. സാധനമൊക്കെ മേടിച്ച് ഇപ്പോൾ പുറത്തിറങ്ങി വീട്ടിൽ പോകാൻ പോകുന്നു. സോ എന്താണ് പറയാനുള്ളത് അമ്മയ്ക്കും വെച്ചുവിനും? അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഇതോടുകൂടി ഇവിടെ ഈ വ്ലോഗ് അവിടെ അവസാനം സ്റ്റോപ്പ് ചെയ്യുകയാണ്, വൈൻഡ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബായ്.